السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله بسم الله العظيم القدرة والشان وشديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. كل نفس ذائقة الموت كل نفس ذائقة الموت ثم إلينا ترجعون. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: سيأتي زمان على أمتي يحبون خمسا وينسون خمسا، يحبون الحياة وينسون الممات، يحبون القصور وينسون القبور. صدق رسول الله صلى الله عليه وسلم. സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ നാട്ടുകാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാം ഇന്നിവിടെ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ലൊരു നിയ്യത്തോടുകൂടെ സുഹൈഹുൽ ബുഖാരിയിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഹദീസ് കാണാം: ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ സ്വീകാര്യയോഗ്യമാകുന്നത് അത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. നിയ്യത്തുണ്ടെങ്കിലേ അമലിന് കൂലി കിട്ടും. അതുകൊണ്ട് നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട്, ഇൽമിന്റെ മജ്ലിസാണ്, ആര് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം,
എന്ത് പറയുന്നു? ഇത് ഇൽമാണ്, അള്ളാഹുവിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ നൂറാണ്, അറിവാണ്. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നുകരണമെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചതാണ്. അറിവ് എന്നുള്ളത് അതിൻ്റെ മജ്ലിസ്, അഥവാ ഈ ഒരു മജ്ലിസ്, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന സ്വർഗത്തിൽ നിന്നുള്ള ഒരു പൂന്തോട്ടമാണ് അറിവിന്റെ മജ്ലിസ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മജ്ലിസിനെയും റഹ്മാനായ തമ്പുരാനെ നീ ചേർക്കണേ അല്ലാഹ്. അപ്പൊ നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ വളരെ ചുരുങ്ങിയ നേരം ചുരുക്കിക്കൊണ്ട് അല്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. ശേഷം ഉസ്താദ് അവറുകളുടെ ദുആ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മുനീറുൽ ഇസ്ലാം മദ്രസ, ഈ മദ്രസയാണല്ലോ, മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ പറയാനുള്ള കാരണം ശമ്പളത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ളൊരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. അവരിതിന്റെ പിന്നാലെ ഓടുന്നത് അവർക്ക് മാസത്തിൽ ശമ്പളമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒറ്റൊരു ഹദീസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. ഒന്നെങ്കിൽ നീ ഒരു പണ്ഡിതനാവണം, അല്ലെങ്കിൽ നീ മുതഅല്ലിമാവണം, അല്ലെങ്കിൽ നീ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവണം. നമ്മളെ കൊണ്ട് പറ്റും, അതിന് അറിവ് കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അല്ലെങ്കിൽ നീ അറിവിനെ സ്നേഹിക്കുന്നവനാവണം. മുത്തുനബി പറയാൻ നീ അറിവിനെ സ്നേഹിക്കുന്നവനാകണം. ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. അഞ്ചാമതൊരാള് നീ ആവരുതേ. പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അറിവിന്റെ സദസ്സാണ്. ഈ സദസ്സിനെ സ്നേഹിക്കൽ നമ്മുടെ മേൽ അത്യാവശ്യമാണ്. അത് മുത്തുനബി പറഞ്ഞതാണ്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മജ്ലിസുകൾ ഇനിയും നടത്താനും അതിലൊക്കെ പങ്കെടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. നമുക്കറിയാം, ഈ അടുത്തായിട്ട് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും വളരെയധികം സങ്കടത്തിലാക്കപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ പാടില്ലാത്ത, മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽ പ്രദേശത്ത് എത്രയെത്ര കുടുംബങ്ങളാണ്, എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിന്റെ അജലിന്, അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങേണ്ടി വന്നത്. മരണം എന്ന് പറയുന്നത് ഏത് സമയം, അത് എപ്പോഴാണ് നമ്മെ പിടിപെടുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോവേണ്ടവരാണ്. അത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ മരിച്ചു പോകും, എല്ലാവർക്കും അറിയാലോ നമ്മളൊക്കെ മരിച്ചു പോകുന്നു. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതാണ് ഇന്നത്തെ ഈ ഒരു പ്രസംഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സമയമില്ല. ഞാനും നിങ്ങളും ചുറ്റുപാടുകളിലായിട്ട് ഇന്നത്തെ തലമുറയുടെ, ന്യൂ ജനറേഷൻ തലമുറയുടെ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലും ഇന്ന് നമ്മൾ സജീവമാവുകയാണ്. ആഖിറത്തെക്കുറിച്ച് ഓർമ്മയില്ല, മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല, നമ്മൾ നാളെ കിടക്കേണ്ട 6 അടി മണ്ണിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയം ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 6 അടി മണ്ണിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഒരു കാലഘട്ടം വരാനും
സുഹാബാ. ഏതാണ് ആ കാലഘട്ടം എന്നറിയുമോ? യുഹിബ്ബൂന ഖംസ വയൻസൗനൽ ഖംസ. അവർ 5 കാര്യങ്ങളെ ഇഷ്ടം വെക്കുകയും വയൻസൗനൽ ഖംസ, അവർ 5 കാര്യങ്ങളെ മറന്നു പോവുകയും ചെയ്യും. 5 കാര്യങ്ങളെ ഇഷ്ടം വെക്കും. ശരിക്കും പഠിക്കണം. മുത്തുനബി പറയാണ്, എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്, 5 കാര്യങ്ങളെ ഓല് ഇഷ്ടം വെക്കും, 5 കാര്യങ്ങളെ ഓല് മറന്നു പോവുകയും ചെയ്യും. മനസ്സിലാവുണ്ടല്ലോ എല്ലാവർക്കും? 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. അതിലൊരു 1-2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയണം. മുത്തുനബി 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സഹാബത്തിനോട് കൊടുത്ത നല്ലൊരു ഹദീസ്, ഒരു ഉപദേശം. എന്താണ് മുത്തുനബി തങ്ങൾ പറയുന്നത്? യുഹിബ്ബൂനൽ ഹയാത്താ. മുത്തുനബി പറയാണ്, 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും, 5 കാര്യങ്ങൾ അവർ മറക്കുകയും 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു തലമുറ വരാനുണ്ട് സ്വഹാബാ. യുഹിബ്ബൂനൽ ഹയാത്താ. അവർ ജീവിതത്തിനെ ഇഷ്ടപ്പെടും. വയൻസൗനൽ മമാത. അവർ മരണത്തെ മറന്നു പോവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ويحبون القبور ويحبون القصور وينسون القبور. അവർ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുകയും വയൻസൗനൽ ഖുബൂറ, അവർ ഖബറുകളെ മറന്നു പോവുകയും ചെയ്യും. നാളെ നാം കിടക്കേണ്ട പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിനെ അവർ മറന്നു പോവുകയും വലിയ വലിയ മണിമാളികകളാകുന്ന കൊട്ടാരങ്ങളെ അവർ ഇഷ്ടം വെക്കുകയും ചെയ്യുമെന്ന്, അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ കടന്നു വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റബീഉ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. പുണ്യ റബീഇന്റെ വസന്ത ദിനരാത്രങ്ങൾ നമ്മിലേക്ക് ആഗതമാകാൻ കൊണ്ടിരിക്കുകയാണ്. പുണ്യ റബീഇനെ വരവേൽക്കാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാകുന്ന റബീഉൽ അവ്വലിനെ നല്ലൊരു അതിഥിയായി സ്വീകരിക്കാൻ, വരവേൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോ പരിശുദ്ധ റസൂൽ പറയാണ്, 5 കാര്യങ്ങൾ ഇഷ്ടപ്പെടും, 5 കാര്യങ്ങൾ മറക്കും. ജീവിതത്തിനോട് ഇഷ്ടപ്പെടും, മരണത്തെ മറന്നു പോകും. ഇന്ന് മരണത്തെ ഓർക്കുന്നവരുണ്ടോ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും കേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, മടക്കമില്ലാത്തൊരു യാത്ര. മുള്ളിൻ ചെടി നിറയുന്ന പള്ളിക്കാട്, കണ്ടാൽ ഭയക്കുന്ന ഖബറിൻ കൂട്. മുള്ളിൻ ചെടി നിറയുന്ന പള്ളിക്കാട്, കണ്ടാൽ ഭയക്കുന്ന ഖബറിൻ കൂട്. എന്നാണെന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. ആ കാണും പള്ളിക്കാട് ഒരു നാളിൽ നമ്മൾ പോണ്ടേ. നമ്മളൊക്കെ മരിച്ചിട്ട് അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറമാകുന്ന ലോകത്തിൽ
ആഖിറ ലോകത്തിൽ ഭവനങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ പ്രവേശിക്കുന്ന ഭവനം അത് ഖബറാണെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഖബറിലേക്ക് വെക്കും മരിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ മക്കളില്ല, ഭാര്യമാരില്ല, വീടില്ല, ധനമില്ല, സമ്പത്ത് ഒന്നുമില്ല. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഒരു ദിവസം കൊണ്ടുപോയി വെക്കും. ഒറ്റക്ക് കിടക്കണം നമ്മൾ അവിടെ. ആ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, ഖബറിൽ ആദ്യം വരുന്നത് ആരാ? ആരാണ് ഖബറിൽ ആദ്യം വരുന്നത്? ഒന്ന് പറഞ്ഞു നോക്കി. മുൻകർ നക്കീർ ആണോ? ഖബറിൽ ആദ്യം വരുന്ന മലക്കേതാ? നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോ നമ്മളെ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കിന്റെ പേര് നോക്കൂ നിങ്ങൾ. ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ദർസുകളിലൊക്കെ ഓതുന്ന ഒരു കിതാബാണ് ഇർഷാദുൽ ഇബാദ്. പല ഹദീസുകൾ പറയുന്ന ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറയുന്നുണ്ട്. നമുക്കതൊന്ന് പഠിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ലോകത്തിലേക്ക് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുന്നു, ആരാണ് ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരിക? ആരാണ് നബിയെ ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്നത്? ആരാണ്? റോമാൻ എന്ന് പറയുന്ന, എന്താണ് പേര്? റോമാൻ. റോമാൻ എന്ന് പറയുന്ന മലക്ക് ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരും. നമ്മൾ ഖബറിൽ കിടക്കുമ്പോ റോമാൻ എന്ന് പറയുന്ന ഒരു മലക്ക് നമ്മുടെ അരികിലേക്ക് കടന്നു വരും. എന്നിട്ട് പറയും, ഉക്തുബ് മാ അമിൽത മിൻ ഹുസ്നിഹി വമിൻ സയ്യിഹി. നീ ചെയ്ത നല്ല കാര്യങ്ങൾ, നീ ചെയ്ത നല്ല കാര്യങ്ങൾ, നീ സ്വതക്ക കൊടുത്തത്, നീ പള്ളിക്ക് വേണ്ടി കൊടുത്തത്, നീ അമല് ചെയ്തത്, നീ നിസ്കരിച്ചത്, നീ നോമ്പ് നോറ്റത്, നീ സ്വതക്ക നൽകിയത്, മജ്ലിസുന്നൂർ തുടങ്ങിയുള്ള നല്ല നല്ല സദസ്സുകളിൽ പങ്കെടുത്തത്. മലക്ക് പറയും, നീ പറഞ്ഞ, നീ ചെയ്ത നല്ല നല്ല കാര്യങ്ങളൊക്കെ നീ എഴുതി വെക്കണം. നീ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതണം. ഉക്തുബ്, നീ എഴുതണമെന്ന് പറയും. നല്ല കാര്യങ്ങൾ മാത്രം പോരാ, മോശപ്പെട്ട കാര്യങ്ങളും എഴുതണം. ഹറാമായ കാര്യങ്ങളും എഴുതണം. ഹറാമായ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് നൗമാൻ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും പറയുമ്പോൾ, നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, ഹറാമുകൾ ചെയ്തതാണ്, എത്ര കാര്യങ്ങൾ നമുക്കൊക്കെ എഴുതാനുണ്ടാകും. തെറ്റിന്റെ കൂമ്പാരവുമായി നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഹറാമ് കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഹറാം നിറഞ്ഞ കൽബിൽ നൂർ തെളിമ കാണുമോ? പാപപാണ്ഡം പേറി ഞാൻ അലയും നബിയേ, പാപപാണ്ഡം പേറി ഞാൻ അലയും നബിയേ, കൈ തരുമോ നബിയോരേ, കാമിലായ നൂറോരേ, കൽബിനുള്ളിലെ മഹ്മൂദി, ഹറാം കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ? ഇഖ്ലാസില്ലാതെ
ഇഷ്കും നുണയാതെ ഇഖ്ലാസില്ലാതെ ഇഷ്കും നുണയാതെ ദുനിയാവിൻ മത്തിൽ അലിഞ്ഞു മജ്നൂനായി മാറിയേ മോചനം നൽകാമോ നബിയേ മോചനം നൽകാമോ നബിയേ മോഹമാണൻ സ്നേഹത്തണിയേ മോഹമാണൻ സ്നേഹത്തണിയേ ഹറാം കണ്ട കണ്ണിൽ നൂറിൻ മുഞ്ച് കാണുമോ പാപഭാണ്ഡം പേറി ഞാൻ അലയും നബിയേ കൈത്തരുമോ നബിയോരേ കാമിലായ നൂറോരേ കൽബിനുള്ളിലെ മഹബൂബേ. ഹറാമ് ചെയ്തു പോയവരാണ് നമ്മളൊക്കെ, ഹറാമിലേക്ക് നടന്നവരാണ് നമ്മള്, ഹറാമ് പിടിച്ചവരാണ് നമ്മള്, ഹറാമിലേക്ക് നോക്കിയവരാണ് നമ്മള്, ഹറാമ് കണ്ടവരാണ്, ഹറാമ് കേട്ടവരാണ്, ഹറാമ് സംസാരിച്ചവരാണ്. ഇതിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന്? ഇല്ല, ആർക്കും തന്നെ പറയാൻ കഴിയൂല. ഞാനടക്കം ആർക്കും പറയാൻ കഴിയൂല. തെറ്റ് പറ്റിപ്പോയി നമുക്കൊക്കെ. പല സമയങ്ങളിലായി നമ്മൾ പല തെറ്റുകളും ചെയ്തവരാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ നമുക്ക് നമ്മുടെ തമ്പുരാനോട് തൗബ ചെയ്യുന്നത് പോലെ നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. അപ്പൊ നമ്മുടെ വിഷയം, നമ്മൾ തെറ്റൊക്കെ ചെയ്തു പോയതാണ്. റോമാൻ എന്ന മലക്ക് ഖബറിലേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കും, നീ എഴുത്, നീ ചെയ്ത നല്ല കാര്യങ്ങൾ, നീ ചെയ്ത തെറ്റുകൾ എല്ലാം നീ എഴുതി വെക്കണം. റൂമാൻ എന്ന് പറയുന്ന മലക്കപ്പ് ചോദിക്കുന്നുണ്ട്. ഫയഖൂലു ലഹു, റൂമാൻ എന്ന് പറയുന്ന ആ മലക്ക് ചോദിക്കും. എന്താണ് ചോദിക്കുക? ബിഅയ്യി ശൈഇൻ അക്തുബ്, ഞാൻ എന്ത് വസ്തു കൊണ്ടാണ് എഴുതുക, ഞാൻ എന്തൊരു വസ്തു കൊണ്ടാണ് എഴുതുക എന്ന് ആ മലക്ക് ചോദിക്കുന്ന സമയത്തിൽ ആ മലക്ക് പറയുകയാണ്. മലക്കിനോട് ചോദിക്കും, എന്ത് വസ്തു കൊണ്ടാ ഞാൻ എഴുതുക? ഖബറിലല്ലേ, ഒന്നുമില്ലല്ലോ. വീണ്ടും ഐന കലമീ, എന്റെ പേന എവിടെയാണ്? ഐന കലമീ, എന്റെ പേന എവിടെയാണ്? എന്റെ പേന എവിടെ? എഴുതാ പേന വേണ്ടേ? ഖബറിൽ പേനുണ്ടോ? ഖബറിൽ പേനുണ്ടോ? നിങ്ങൾ പറയും, നിങ്ങൾ ഒപ്പമാണ്. ഖബറിൽ പേനുണ്ടോ? പേനല്ല. എങ്ങനെ എഴുതുക? ഖബറിൽ കിടക്കാണ്, എങ്ങനെ എഴുതുക? ചോദിക്കാണ് മലക്കിനോട്, എങ്ങനെ എഴുതുക? ഐന അദവാത്തി, എവിടെ എന്റെ ഉപകരണങ്ങളൊക്കെ എവിടെയാണ്? ഐന അദവാത്തി, എനിക്കുള്ള ഉപകരണങ്ങൾ എവിടെ? എഴുതാൻ ഐന കലമി, പേന എവിടെ? ഐന അദവാത്തി, ഉപകരണങ്ങൾ എവിടെ? ഐന മിദാദി, ഇവിടെ എന്റെ മഷിക്കുപ്പി എവിടെ? ഏതാ? മഷിയില്ല, പേനയില്ല. പേപ്പറുണ്ടോ? പേപ്പറും ഇല്ല. അങ്ങനെ അതാ മലക്ക് പറയുന്ന മറുപടി, പേനയും അതുപോലെ തന്നെ എഴുതാൻ വേണ്ട സാധനങ്ങളും മഷിയും ചോദിക്കുമ്പോ 6 അടി മണ്ണിൽ വെച്ചുകൊണ്ട് റൂമാൻ എന്ന മലക്ക് പറയുകയാണ്, ഫയഖൂലു ലഹു റീഖുക മിദാദ്. എന്താ പറഞ്ഞ? റീഖുക മിദാദ്, നിന്റെ ഉപ്പുനീര്, നിന്റെ ഉമിനീരാണ് നിന്റെ മഷി. ഉമിനീര് മഷിയാക്കിയിട്ട് നീ എഴുതണം. മലക്ക് വീണ്ടും പറയുകയാണ്, വഖലമുക അസ്ബഉക വകഫനുക ഖിർതാസ്
വഖലമുക അസ്ബഉക. പേനെന്താ? നിനക്കുള്ള പേന അസ്ബഉക, നിന്റെ വിരലുകളാണ് പേന, നിന്റെ വിരലുകളാണ് പേന. വകഫനുക ഖിർതാസ്, കഫൻ പുടവയാണ് നിന്റെ പേപ്പർ. കഫൻ പുടവ എന്നുള്ള പേപ്പറിൽ ഉമിനീരെന്ന മഷി എടുത്തുകൊണ്ട് വിരലുകളാകുന്ന പേനകൾ കൊണ്ട് നിന്റെ തെറ്റുകളും നന്മകളും എഴുതാൻ പറയും. ആ സമയം ഫസ്റ്റ് വരുന്ന മലക്കേതാപ്പോ എല്ലാരും പറയും റൂമാൻ. എന്താ പേര്? റൂമാൻ എന്ന് പറയുന്ന മലക്കാണ് ഫസ്റ്റ് വരിക. കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ആ ഒരു രംഗം, നമ്മൾ മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് വീടിന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കുകയാണ്. നമ്മുടെ മക്കള്, നമ്മളെ ഭാര്യമാര്, അതുപോലെ തന്നെ ഉമ്മമാര്, ഉപ്പമാര്, ഭർത്താക്കന്മാർ, മക്കളെല്ലാരും അടുത്ത് വന്നുകൊണ്ട് കരയുന്ന ഒരു രംഗം. മയ്യത്ത് കട്ടിലേറ്റിക്കൊണ്ട്, അന്ന് നമ്മളാരും കുളിക്കൂല, നമ്മളെ കുളിപ്പിക്കും. നമ്മളന്ന് നിസ്കരിക്കുമോ? ഇല്ല, നമ്മുടെ മേൽ നിസ്കരിക്കും. നമ്മൾ പള്ളിയിൽ പോവില്ല, അന്ന് നമ്മളെ പള്ളിക്ക് കൊണ്ടുപോകും. ആരാരുമില്ലാത്ത 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മ വെക്കുമ്പോ ആ ഒരു രംഗം ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊക്കെ വേണം. നമ്മൾ മരിക്കുന്നത്, നമ്മളെ ഖബറിലേക്ക് വെക്കുന്നത് എല്ലാം നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ ഖബറിലേക്ക് വെച്ച് ആദ്യം റൂമാൻ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മോട് പറയും. അതാണ് മുത്തുനബി പറഞ്ഞ ഹദീസ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി. ഇതിൽ നമ്മളൊന്ന് പറഞ്ഞല്ലോ, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. അവർ ജീവിതത്തിന് ഇഷ്ടം വെക്കുകയും, യുഹിബ്ബൂനൽ ഖുസൂറ, അവർ കൊട്ടാര ഇഷ്ടം വെക്കുകയും, വയൻസൗനൽ ഖുബൂറ, അവർ ഖബറുകളെ മറന്നു പോവുകയും ചെയ്യും. ഖബറുകളെ മറന്നു പോകും, അവർ കിടക്കേണ്ട ഖബറുകളെ മറന്നു പോകും. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൂറത്തുൽ മുനാഫിഖൂൻ, മുനാഫിഖൂനിലെ അവസാന ഭാഗത്ത് ഒരു ആയത്തുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون.
സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, വഅൻഫിഖൂ നിങ്ങൾ ചെലവഴിച്ചോ, മിമ്മാ റസഖ്നാകും നാം നിങ്ങൾക്ക് നൽകിയ ഒന്നിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചോ, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് നിങ്ങളിൽ ഒരാൾക്ക് മരണം എത്തുന്നത് വരെ നിങ്ങൾ ചെലവഴിച്ചോ. എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോ. നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോ. നിങ്ങൾക്ക് നമ്മൾ നൽകിയ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ചെലവഴിച്ചോ. മരിക്കുന്നതിന് മുമ്പ് ചെലവഴിച്ചോ. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോ. എന്നിട്ട് പറയാൻ, فيقول ربي لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين എനിക്കൊരു അവധി വേണം. കുറച്ച് സമയം കൂടെ എന്നെ പിന്തിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം. അപ്പോൾ ഞാൻ സ്വതക്ക ചെയ്യും. കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യും. ഞാൻ സ്വാലിഹീങ്ങളിൽ നല്ല ആളിൽ പെടും. കുറച്ചും കൂടെ എനിക്ക് സമയം വേണം. സമയം തന്നാ ഞാൻ സ്വതക്കയും ചെയ്യും, നല്ല ആളാവും ചെയ്യും എന്നവൻ പറയപ്പോ. പക്ഷേ അത് നടക്കുവോ? അത് നടക്കൂല. വലൻ യുഅഖിറല്ലാഹ നഫ്സൻ ഇദാ ജാഅ അജലുഹാ ഒരു ശരീരത്തെയും അവധി എത്തിയാൽ പിന്നെ പിന്തിപ്പിക്കുകയില്ല. അവധി എത്തിയാൽ പിന്നെ ഒരു ശരീരത്തിനെയും പിന്തിപ്പിക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊക്കെ അല്ലാഹു വളരെ നന്നായിട്ട് അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന സമയം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മരണത്തിന്റെ വേദന എത്രയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? എന്തൊരു വേദനയായിരിക്കും മരണത്തിന്. അധികമൊന്നും നീട്ടി പറയാനോ ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ ചില ഹദീസുകൾ, ചില ആയത്തുകൾ, ചില ചരിത്രങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ പരിശുദ്ധ റസൂൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിലിരിക്കുന്ന ആ ഒരു ചരിത്രമുണ്ട്. അവസാന സമയം രോഗബാധിതനായിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിലിരിക്കുന്ന രംഗം. മുത്തുനബിക്ക് അസുഖമാണ്, അവസാന വേളയിലാണ്. പനിയായ റസൂലിന്റെ ചൂടേറ്റ ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മുത്തിനെ നോക്കിയ നേരം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മലക്കുൽ മൗത്തിന്റെ വരവു കണ്ടപ്പോൾ കിടുങ്ങി വേഗം. ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു, തണലായ മകളും ഉരുകുന്ന കണ്ടു, മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിൽ കഴിഞ്ഞൊരു കൂട, വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മിഴിനീര് ഒപ്പിയെടുത്തൊരു ചുവരാണ് ഭാഗ്യക്കൂട്, ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട്. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ.
പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങടെ പൂങ്കുടിലാണേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണമാസന്നമാകുന്ന സമയത്തില് ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തില് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദിയോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ? മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. അസ്റായീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തുനബിയോട് പറയുകയാണ്, അങ്ങയുടെ മരണവേദന വെണ്ണയിലേക്ക് നൂലിട്ട് കൊണ്ട് വലിക്കുന്നത് പോലെയും അങ്ങയുടെ ഉമ്മത്തിന്റെ മരണവേദന മുള്ളിലേക്ക് ശീലക്കഷ്ണമിട്ടുകൊണ്ട് ചാക്കിട്ടുകൊണ്ട് മുള്ളിലേക്ക് ചാക്കിട്ടുകൊണ്ട് വലിക്കുന്നത് പോലെയുമാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? മരണത്തിന്റെ വേദന, എന്റെ ഉമ്മത്തിന്റെ മരണവേദന ഈ മക്കയിലെ മുഹമ്മദ് സഹിച്ചോളാ, എന്റെ ഉമ്മത്തിന്റെ മരണവേദന ഞാൻ സഹിച്ചോളാമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണമാസന്നമാകുന്ന സമയത്തിൽ പോലും ഉമ്മത്തിനെ ഓർത്ത നേതാവാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മത്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ധകാരത്തിന്റെ അന്ധതയിൽ അന്തി ഉറങ്ങിയ അന്ധക സമൂഹത്തിന് അന്തം നൽകി അന്ധകാരവും അനാചാരവും അന്ധതയുടെ അഗ്നികൂടങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ഇടത് കൈയിൽ ചന്ദ്രനും വലത് കൈയിൽ സൂര്യനും തരാമെന്ന് പറഞ്ഞാലും എന്റെ ആശയം വിട്ടുകൊണ്ട് ഞാൻ പിറകോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപനം നടത്തിയ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും നീതിയുടെയും അനീതിയുടെയും ന്യായത്തിന്റെയും അന്യായത്തിന്റെയും ആചാരത്തിന്റെയും അനാചാരത്തിന്റെയും ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയിൽ കൂപ്പുകുത്തിയ സമൂഹത്തിന് ഹിദായത്തിന്റെ വെള്ളിപ്രഭയിലേക്ക് കൈപിടിച്ചുയർത്തിയ ലോകത്തിന്റെ നായകരേ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നാളെ മരണത്തിന്റെ സമയത്തിൽ നമ്മെ ഓർക്കും. മഅ്ശറ വൻസഭയിലും ഹബീബായ മുത്തുനബി തങ്ങൾ നമ്മെ ഓർക്കും. എല്ലാ പ്രവാചകന്മാരുടെ അടുത്തേക്കും നമ്മൾ പോവല്ലോ. ഒരു ചാണകല സൂര്യൻ കത്തിജ്വലിക്കുമ്പോ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ആരാരുമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ യൗമയദൂ ആദമു വൽ അംബിയാ, ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും നമ്മൾ ചെല്ലുന്ന സമയത്തില് അവരെല്ലാം വിളിച്ചു പറയും, നഫ്സി 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 നഫ്സിയാ, ഞങ്ങളുടെ ശരീരം തന്നെ ബേജാറിലാണ്, ഞങ്ങളുടെ ശരീരം തന്നെ ബേജാറിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി മുതലുള്ള എല്ലാ പ്രവാചകന്മാരും വിളിച്ചു പറയുമ്പോൾ യൗമയദൂ ഖൈറ ഖൽഖില്ലാഹിയാ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ നാളെ ഉമ്മത്തിനെ ഓർക്കുമ്പോൾ മഅ്ശറ വൻസഭയിലും ഉമ്മത്തിനെ ഓർക്കുമ്പോൾ ഇത്ര മതിയോ നമ്മുടെ സ്നേഹം? കേവലം പേര് കേൾക്കുമ്പോൾ പോലും നമുക്ക് സ്വലാത്ത് ചെല്ലാൻ വയ്യ. എന്റെ പേര് കേട്ടിട്ട് ഒരുത്തൻ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മൻ സല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരേ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 ഗുണങ്ങൾ എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾക്ക് വേണ്ടി മരണം വരെ പണയം വെച്ചുകൊണ്ട് സ്നേഹിച്ച സ്വഹാബത്തുണ്ട്. പുണ്യ റബീ കടന്നു വരികയാണ്. അതുകൊണ്ട് റബീനെ പറ്റിയിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിനെ പറ്റിയിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം? നബി തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് കാണാം. മൻ അഹബ്ബ സുന്നതി വഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ സുന്നത്തിനെ പ്രിയം വെച്ചാൽ അവൻ എന്നെ പ്രിയം വെച്ചു. ആരെങ്കിലും എന്നെ പ്രിയം വെച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത് നമ്മളൊക്കെ ഓതുന്നതാണ് മൗലിദ് ചൊല്ലുമ്പോൾ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മാലാകന്മാരും ഹബീബായ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ആഹ്വാനം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നബി തങ്ങളോടുള്ള ഹുബ്ബ് എത്രത്തോളമാണ്, സ്നേഹം എത്രത്തോളമാണ്. നമുക്ക് വേണ്ടി മരണത്തിന്റെ സമയത്തിലും മഅ്ശറ വൻസബയിലും ഉമ്മത്ത് ഉമ്മത്ത് എന്ന ഓർത്ത ഒരു പ്രവാചകരാണ്. നമ്മുടെ സ്നേഹം എത്രത്തോളമാണ്, എത്ര സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട്. മഅ്ശറ വൻസബയിൽ ഞാൻ പറഞ്ഞു, ഒരു ചാണകല സൂര്യൻ കത്തിജ്വലിക്കുമ്പോ മുത്തുനബി തങ്ങൾ നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന രംഗം ഞാൻ പറഞ്ഞു. ആ സമയം അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. 7 വിഭാഗം, അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം. അതിൽപ്പെട്ട 1-2 ആളുകളെ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ മരിച്ചു കഴിഞ്ഞ് ഖബറിൽ പോയി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മഅ്ശറയിൽ നമ്മൾ എത്തും. ആ സമയം അർശിന്റെ തണൽ ലഭിക്കാൻ 7 വിഭാഗങ്ങൾ. ആദ്യമായിട്ട് പറയുന്നു, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഭരണം നടത്തുന്ന ആൾ നീതിമാനാവണം. ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഭരണം നടത്തുന്നവരാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തർക്കും ഓരോ ചുമതല, അധികാരം, ഭരണം ഉണ്ട്. പുരുഷന് സ്ത്രീയുടെ മേൽ അധികാരമുണ്ട്, ഉണ്ടല്ലോ. അതേപോലെ നമ്മളൊക്കെ ഒരു കുടുംബത്തിൽ, ഒരു നാട്ടിൽ, ഒരു വീട്ടിലുള്ള ആളായിരിക്കുമല്ലോ എന്തായാലും. വീട്ടിൽ നമുക്കൊരു അധികാരമുണ്ട്. നമ്മുടെ മക്കളുമായിട്ട് നമുക്കൊരു ചുമതല, ഒരു അധികാരമുണ്ട്. ഏതൊരു അധികാരമാണെങ്കിലും ചുമതലയാണെങ്കിലും അതിനെ പറ്റിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, തീർച്ച. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാ മേഖലകളിലും, മദ്രസയാകട്ടെ, പള്ളിയാവട്ടെ, വീടാകട്ടെ, ചുറ്റുപാടാവട്ടെ, നീതിയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഇൻഷാ അല്ലാഹ്. അവന് നാളെ അർശിന്റെ തണലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ ലഭിക്കുന്ന 2ാമത്തെ വിഭാഗമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഹത്താ ലാ യഅലമു ശിമാലുഹു മാ യുൻഫിഖു ബിയമീനിഹി. നമ്മൾ സാധാ പറയും വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ പോലും അറിയാതെ കൊടുക്കാന്ന് പറയും അല്ലേ? അതാണ് മുത്തുനബി പറഞ്ഞ ഹദീസാണത്. അവന് നാളെ അർശിന്റെ തണലുണ്ട് എന്നാ. പേരിനോ പെരുമക്കോ വേണ്ടിയല്ല, ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടല്ല. ഓ നല്ല ധനികനാണ്, ഓ നല്ല കൊടുക്കുന്ന ആളാണ്, ആള് ജവാദാണ്, ഭയങ്കര ഉഷാറായിട്ട് ഉദാരമതിയാണ്, നല്ല കൊടുക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. കൊടുത്തതിന്റെ കൂലി പോയില്ലേ? റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഹത്താ ലാ യഅലമു ശിമാലുഹു മാ യുൻഫിഖു ബിയമീനിഹി. വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതേ കൈ പോലും അറിയാതെ സ്വതക്ക ചെയ്യുന്ന ആൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. സ്വതക്ക വലത്തെ കൈ കൊണ്ട് കൊടുക്കണേ, ഇടത്തെ കൈ അറിയാതെ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് കൊടുക്കാന്ന് ഉദ്ദേശം. ഇങ്ങനെ കൊടുക്കാന്നല്ല ഇപ്പൊ അതിന്റെ ഉദ്ദേശം, രഹസ്യമായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നവന് അർശിന്റെ തണലുണ്ട് എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ പാരത്രികമാകുന്ന ലോകം അല്ലാഹു വെളിച്ചമാക്കി തരുമാറാവട്ടെ, സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ്. നിങ്ങളുടെ ചിന്ത ഒന്നുകൂടെ ഞാൻ ആ ഖബറിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഹദിയെ ഖബറിലേക്ക് വെച്ച സമയം ഒരു അശരീരി വിളിച്ചു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഫാത്തിമ ബീവിയുടെ ഖബറിലേക്ക് റളിയല്ലാഹു അൻഹ മഹദിയെ ഖബറിലേക്ക് വെച്ച സമയം ഖബർ പറയുകയാണ്, ഇത് വ്യക്തിബന്ധത്തിന്റെ വീടല്ല, ഇത് തറവാടിത്തത്തിന്റെ വീടല്ല. ആരൊരു തന്നെ അമലുണ്ടോ അവൻ ഇവിടെ വിജയിച്ചു, ആർക്ക് അമലില്ലേ അവൻ ഇവിടെ പരാജയപ്പെട്ടു. ഇത് വ്യക്തിബന്ധത്തിന്റെ വീടല്ല, ഇത് തറവാടിത്തത്തിന്റെ വീടല്ല. ആരാണോ അമല് ചെയ്തത് അവൻ ഇവിടെ വിജയിച്ചു, ആര് അമല് ചെയ്തില്ലേ അവൻ ഇവിടെ പരാജയപ്പെട്ടു. അനബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കൾ നിറഞ്ഞ വീടാണ്. അനബൈത്തുല്ലീഖ്, ഞാൻ ഞെരുക്കലിന്റെ വീടാണ്. അനബൈത്തുൽ ഖൗഫ്, ഞാൻ പേടിപ്പിക്കുന്ന വീടാണ്. അനബൈത്തുന്നാർ, ഞാൻ തീയിന്റെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് 6 അടി മണ്ണ് വിളിച്ചു പറയുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിന്റെ മക്കളെയും ഭാര്യമാരെയും ഉമ്മയെയും ആരാരുമില്ലാതെ എല്ലാരെയും വിട്ടുകൊണ്ട് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി വെക്കുന്ന സമയത്തില് ഇത്തരത്തിലുള്ള മജ്ലിസുകൾ റഹ്മാനായ തമ്പുരാനെ ഞങ്ങൾക്കൊരു കൂട്ടാക്കി തരണേ അല്ലാ. നമ്മള് പഠിക്കുന്ന കേൾക്കുന്ന ഇൽമ്, അറിവ്, അതൊരു നല്ലൊരു നേരം പോക്കാകുന്ന, മൂനിസാകുന്ന, നമുക്ക് ഖബറിൽ നേരം പോക്കാകുന്ന ഒരു രൂപമായിട്ട് നമ്മുടെ ഖബറിലേക്ക് വരുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്കൊരു മുതൽ കൂട്ടാക്കി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ ഒരിക്കൽ ഒരു ദിവസം നമ്മളൊക്കെ ആ പള്ളിക്കാട്ടിലേക്ക് എത്തും. ആദ്യമേ പറഞ്ഞു വന്ന ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിക്കാട്ടിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന രംഗം, അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഫുൾ സോഷ്യൽ മീഡിയകളിലാണ് നമ്മളൊക്കെ. ആ ഒരു കാലയളവിൽ നമുക്ക്
നമ്മുടെ പാരത്രികമാകും നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ഓർമ്മ. ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വരേണ്ടതാണല്ലോ. നമ്മൾ ഓരോരുത്തരും മരിച്ചല്ലോ, ആ ഒരു ഓർമ്മ നമുക്കില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം. 60ന്റെയും 70ന്റെയും ഇടയിൽ. അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്ന് പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ വയനാട്ടിൽ സംഭവിച്ചത് എന്നാണ്, എപ്പോഴാണ് നമുക്ക് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഒരാളെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ചാല് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു സാറേ. എങ്ങനെയാണ് ഇതിലൂടെ അത് വന്നത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉമ്മമാരുടെ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ, അവിടെയുള്ള സഹോദരങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ, അവര് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ കഴിയില്ല. എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. നമ്മളെ മറ്റു മതസ്ഥരാവട്ടെ ആരായാലും എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോവാണല്ലോ. നമ്മൾ ഓരോരോ തെറ്റുകൾ വീണ്ടും വീണ്ടും തൗബ ചെയ്തിട്ട് വീണ്ടും തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്തിട്ട് വീണ്ടും തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുക വീണ്ടും തെറ്റ് ചെയ്യുക. ഞാനും നിങ്ങളും എല്ലാവരും. എങ്ങനെയാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത്? നമ്മളിപ്പോ തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തിട്ട് നമുക്ക് തൗബ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ ഇർഷാദുൽ ഇബാദിൽ ഉള്ളത് പറഞ്ഞതുപോലെ റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഒക്കെ ഹദീസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഗ്രന്ഥമാണ്. തൗബയുടെ ബാബിൽ കറക്റ്റ് തൗബ എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഷർത്തുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഉസ്താദും ഇവിടെ ഉണ്ട്. അതൊക്കെ ഇനി വരുന്ന സദസ്സുകളിലൊക്കെ ആയിട്ടൊക്കെ ഉസ്താദ് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ദർസ് അടുത്താണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ ഉസ്താദാണല്ലോ ഈ ക്ലാസ് ഇവിടെ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു. ഇവിടെ കറണ്ട് ഉണ്ടാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല. കറണ്ട് ഉണ്ടാവുമ്പോൾ മെഴുകുതിരി കത്തിക്കണോ? കറണ്ട് ഉണ്ടാവുമ്പോൾ മെഴുകുതിരി കത്തിക്കോ? എന്തെങ്കിലും ഒരു ഉസ്താദില്ലാതെ കറണ്ട് ഉണ്ടാവുമ്പോൾ ആരും മെഴുകുതിരി കത്തിക്കോ? ഇല്ലല്ലോ. പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ ദർസ് അഭിവൃദ്ധിയിൽ നിന്ന് അപവൃദ്ധിയിലേക്ക് നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഈ നാടിനും ഈ നാട്ടുകാർക്കും നല്ലതുപോലെ സേവനം ചെയ്യാൻ, ഇനിയും ധാരാളം കാലം സേവനം ചെയ്യാനുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. അപ്പോ തൗബ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? പല കാര്യങ്ങളായാലും ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കൊക്കെ നമ്മൾ ഇത്ര തെറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് നമ്മളെ തൗബ പടച്ചോൻ സ്വീകരിക്കോ? അപ്പൊ നമുക്കൊരു ചിന്ത വന്ന്, നമ്മൾ മരിച്ചു പോവും. കുറെ കാലായി പല തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, മുമ്പ് പറ്റിപ്പോയിട്ടുണ്ട്, സാഹചര്യങ്ങൾ മുഖേന പറ്റിപ്പോയിട്ടുണ്ട്. എന്ത് ചെയ്യും? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ. പ്രതീക്ഷയുടെയും നിരാശയുടെയും പേടിയുടെയും ഇടയിലാവണമെന്ന. നമുക്ക് പേടി വേണം, അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും, പേടി വേണം. പക്ഷേ പ്രതീക്ഷ നമുക്ക് വേണം. പ്രതീക്ഷ, അർറജാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നവന് പുറത്തു കൊടുത്തവനാണ് അല്ലാഹു. വ്യഭിചാരം തൊഴിലാക്കിയ പെണ്ണിന് പോലും പുറത്തു കൊടുത്തവനാണ് അല്ലാഹു. 100 ആളെ കൊന്നിട്ട് പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. വ്യഭിചാരം തൊഴിലാക്കിയ പെണ്ണിന് പോലും പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നമുക്കും പുറത്തു തരും, അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ നമ്മൾ ജീവിക്കണം എന്ന് കരുതി തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല.
പാപങ്ങൾ ചെയ്തു കൂട്ടാനുള്ള പ്രോത്സാഹനമല്ല. നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് പ്രതീക്ഷ വേണം. തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യ സഹജമാണ്, മനുഷ്യനാണ്. തെറ്റുകൾ സംഭവിച്ചു പോകാം. നമ്മുടെ അള്ളാഹു നമുക്ക് പുറത്തു തരും. കരുണയുള്ളവനാണ്, കരുണക്കടലായ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി പല പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. ഹറാമ് കണ്ടവരാണ് റബ്ബേ, ഹറാമിലേക്ക് നോക്കിയവരാണ് റബ്ബേ, ഹറാമ് സംസാരിച്ചവരാണ് റബ്ബേ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ. ഹറാമിലേക്ക് നോക്കിയവരാണ് ഞങ്ങൾ, ഹറാമ് സംസാരിച്ചവരാണ്, ഹറാമ് കേട്ടവരാണ്, ഹറാമിലേക്ക് നടന്നവരാണ്, ഹറാമ് പിടിച്ചവരാണ് റബ്ബേ. നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കാരണത്താൽ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതുകൊണ്ട് തൗബ ചെയ്യണം. തൗബ ചെയ്യുമ്പോൾ അതിന് കുറെ ഷർത്തുകളുണ്ട്. ഇനി ആ തെറ്റ് നമ്മൾ ചെയ്യൂല, ഇനി മേലാൽ ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിക്കണം. നമ്മളൊരു ഉറച്ച വിശ്വാസം എടുക്കണം, ഇനി ആ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് വേണം. അങ്ങനെ തുടങ്ങി കുറെ ഷർത്തുകൾ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അള്ളാഹുവുമായി, സൃഷ്ടാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റ്, നിസ്കാരം, നോമ്പ്, അതുപോലെ ഹറാമായ കാര്യങ്ങൾ, അത് അള്ളാഹുവിനോട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളത്, സൃഷ്ടികളുമായി ബന്ധമില്ല. അങ്ങനത്തതാണെങ്കിലാണത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ, മനുഷ്യനുമായി, ആദമീയുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ, അത് അവരോട് പൊരുത്തം ചോദിക്കാതെ നമ്മൾ അയൽക്കാരുമായി തർക്കിക്കുന്നത്, അവരുടെ മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവനെ, അവന്റെ മുതല് നമ്മൾ എടുത്തത്, മറ്റുള്ളവനെ പറഞ്ഞത്, ഒന്നും ചെയ്യണ്ട, വെറുതെ കൂടിയിരുന്ന് പറഞ്ഞാ മതി. ഒരു 4 ആള് കൂടിയിരുന്നാൽ ഇപ്പോ വേറെ ആളെ പറ്റിയിട്ട് ഇങ്ങനെ പറയല്ലോ, ആ പറച്ചിൽ തന്നെ വളരെ വലിയ തെറ്റാണത്. അതുപോലെ മറ്റുള്ളവനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞത്, ഉള്ളത് പറഞ്ഞതൊക്കെ, ഇഷ്ടമില്ലാത്തത് പറഞ്ഞത്, അതൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്യല്ല വേണ്ടി. പിന്നെന്താ വേണ്ടി? അവനോട് പോയിട്ട് പൊരുത്തം ചോദിക്കണം. ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. ഒരു പുഞ്ചിരി കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ. ഒരു പുഞ്ചിരി കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എഴുന്നേൽക്കുമ്പോ നമ്മൾ ഉണ്ടാവും, നമുക്ക് വല്ല ഉറപ്പുണ്ടോ? നമ്മൾ ഇന്ന് ഉറങ്ങുമ്പോ നാളെ എഴുന്നേൽക്കുമെന്ന് വല്ല ഉറപ്പും നമുക്കുണ്ടോ? ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഉറങ്ങിയവരായിരുന്നു അവരും. നേരം വെളുത്തപ്പോ അവരുടെ കണ്ണ് തുറക്കുന്നില്ല. അവരുടെ കുടുംബങ്ങളില്ല, മക്കളില്ല, ഭാര്യമാരില്ല, ആരുമില്ല, വീടുമില്ല, സ്ഥലവുമില്ല, നാട് തന്നെയില്ല. നമ്മളെയോ മരിക്കും. ഉറങ്ങിയാൽ എഴുന്നേൽക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല. അള്ളാഹ് എപ്പോഴാണോ കണക്കാക്കിയത് അപ്പൊ നമ്മളൊക്കെ പോണം. ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ 17 വയസ്സായിട്ടുള്ളൂ, 18 ആയിട്ടുള്ളൂ, അതൊന്നും ഒരു വിഷയേ അല്ല. ഒരു 70 ഉണ്ടാവുമല്ലോ, സാധാരണ 70 ആണല്ലോ, അപ്പോഴൊക്കെ കേൾക്കുമല്ലോ. ഒന്നുമില്ല, എപ്പോഴാണ് മരിക്കുക ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് നമ്മൾ മരിച്ചു പോവും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരെങ്കിലും ആയിട്ട്, ഇന്നോ നാളെ നമ്മൾ തീരുമാനം എടുക്കണം. ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും എല്ലാരോടുമാണ് പറയുന്നത്. ഞാൻ എന്നോടുകൂടെയാണ് പറയുന്നത്. എന്തെങ്കിലും മറ്റുള്ളവനെ വേദനിപ്പിച്ചതോ സംസാരത്തിലൂടെ ആവട്ടെ, എങ്ങനെ ആയിക്കോട്ടെ,
ഒരു പ്രാവശ്യം ഒരാളോട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒറ്റ ഒരാളോട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. ചിലപ്പോൾ കുറെ ആൾക്കാരെ പറ്റി നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ പറയാം, ഞാൻ അന്നെ പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അത് പറയാൻ മടിയാണെങ്കിൽ ഇനിയിപ്പോ എടുത്തതൊക്കെയാണ്, എന്തെങ്കിലും എടുത്തതാണ്, അവരോട് ഇത് അന്ന് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമാവാത്തതൊക്കെ, വലിയ വിഷയമൊക്കെ ആവുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു പോയത് മറ്റുള്ളതിനെ പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞത്, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത്, എന്തെങ്കിലും അടി ഉണ്ടായത്, പ്രശ്നം ഉണ്ടായത്, അയൽക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുപോലെ തന്നെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, മരുമോളുമായിട്ടുള്ള പ്രശ്നം, മരുമോൾ അമ്മായിമ്മയായിട്ടുള്ള പ്രശ്നം, നാത്തൂന്മാരുമായിട്ടുള്ള പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവര് ചിന്തിക്കണം, നമ്മളൊക്കെ ഇന്നോ നാളെ മരിച്ചു പോകും. മരിച്ചു പോയാൽ പിന്നെ ഒന്നിനും കഴിയൂല. അവധി എത്തിയാൽ പിന്നെ ഒരിക്കലും പിന്തിപ്പിക്കൂല. അള്ളാഹു പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളി വാസിയതു ഫഇയ്യായ ഫഅ്ബുദൂൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. നമ്മളൊക്കെ മരിക്കും. എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. ഇന്ന് നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങോട്ടും ഉണ്ടെങ്കിൽ നമ്മളത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. മറ്റുള്ളവൻ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. നമുക്കത് അറിയുകയാണെങ്കിൽ. ലംലം എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, എന്നോട് എന്ത് ചെയ്താലും ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു സ്വഹാബിയുടെ മനസ്സ്. ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നമ്മളോട് എന്തേ ചെയ്തോട്ടെ, എന്തേ കാട്ടിക്കോട്ടെ, ദുന്യാവല്ലേ, കുറച്ച് കാലം ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക. പൈസ പോയിക്കോട്ടെ, കുഴപ്പമില്ല, കുറച്ച് കാലല്ലേ ഉള്ളൂ, പിന്നെ ബാക്കി കാലം മുഴുവൻ അവിടെ അല്ലേ, ഇവിടെ കുറച്ച് കാലം നമ്മൾ നിൽക്കുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിപ്പരത്തി ഒന്നും പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. നമ്മൾ ഇനി അടുത്തൊരു നിമിഷം നമ്മൾ ഉണ്ടാകുമോ, ഇവിടുന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമോ എന്ന് വരെ നമ്മൾ ചിന്തിക്കണം. മരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഖബർ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമുക്ക് മക്കളുണ്ട്, മക്കൾക്ക് മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ വിട്ട് നമ്മൾ ഒരു ദിവസം പോകും. നമ്മുടെ അയൽവാസികള്, മറ്റുള്ളവര് എന്ത് പ്രശ്നം ആണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചിരിക്കണം. അങ്ങനെയുള്ളവര് അങ്ങനെ ചെയ്യൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ നമ്മൾ മരിച്ചതിനെ പറ്റിയും ഖബറിനെ പറ്റിയും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ആ ഓർമ്മങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം. എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചതാണ്, എൻ്റെ ഉപ്പ 8 മാസമായി മരിച്ചിട്ട്. നിങ്ങളൊക്കെ ദുആർക്കണം, ദുആയിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് പല വിഷയങ്ങളും എനിക്ക് ദീർഘമാക്കിയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. മറ്റു സമയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.
لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മൾ ഓതിയ അസ്മാഉൽ ബദർ, പരിശുദ്ധമായ സൂറത്തു യാസീൻ, അതുപോലെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും പരിപൂർണമായ നിലക്ക് റബ്ബ് തആല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മളാകാൻ വേണ്ടി ആരൊക്കെ കഷ്ടപ്പെട്ടോ പ്രയാസപ്പെട്ടോ നമ്മളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം തന്നവർ, അവർക്കൊക്കെ ഈ മജ്ലിസിന്റെ മിനിസ് സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മളാക്കിയ മാതാപിതാക്കൾ, മശായിഖന്മാർ, ഉസ്താദുമാർ, അവരിൽ പലരും ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഉഖ്റവിയ ജീവിതം സന്തോഷത്തിലും സലാമത്തിലും ആക്കി കൊടുക്കട്ടെ. ഖബറിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അവർക്കും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ ഒരു കാവലും മദതും അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് അർഹത അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മാരകമായ, പേടിക്കപ്പെടുന്ന, ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന, കീറിമുറിക്കേണ്ടുന്ന അപകടകരമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളും ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ആജിലായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആഖിറു സമാന്റെ ഫിത്നകളൊന്നും പെടാതെ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ മാരകമായ ഭയാനകമായ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമുക്കൊക്കെ രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതം കണ്ടുപഠിച്ച് അതുപോലെ ജീവിതത്തിൽ പകർത്തി സന്തോഷത്തോടുകൂടെ റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മജ്ലിസിൽ പായസം കൊണ്ടുവന്നത് അബുഹാജിക്കും കുടുംബത്തിനും ദുആ ചെയ്യാനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വതക്ക സ്വീകരിച്ചതിന്റെ പരിപൂർണമായ സവാബ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അബൂഹാജിയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയും അവരുടെ കുടുംബങ്ങളെയും ഖബറിൽ വെച്ചും മഹ്ശറിൽ വെച്ചും അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കാതിരിക്കട്ടെ. തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ അതോടുകൂടെ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വയനാട്ടിലുള്ള നമ്മുടെ സഹോദരന്മാർ ബാധ്യതകളൊന്നും തീർക്കാൻ കഴിയുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് അവർക്ക് മരണം അവരുടെ മുമ്പിലെത്തി. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഉഖ്റവിയായ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ശുഹദായിന്റെ കൂലി അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ശേഷിക്കുന്ന സഹോദരന്മാർ അവർക്കൊക്കെ അല്ലാഹു നല്ല ക്ഷമ, സ്വബർ നൽകി അനുഗ്രഹിക്കട്ടെ. പകരം ഈ നഷ്ടപ്പെട്ടതിനൊക്കെ പകരം സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു അവരെയും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ നാടിന് നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, നമ്മുടെ നാടിന് നേതൃത്വം നൽകിയ കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, സാധാരണക്കാർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ എല്ലാവരോടും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة بفضل صلى الله على محمد صلى الله عليه وسلم صلى الله